കെ.എസ്.ആർ.ടി.സിയിലെ ജീവനക്കാർക്ക് ഏറ്റവും അധികം താല്പര്യം തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന രണ്ട് വാക്കുകളായി മാറിയിരിക്കുകയാണ് സംഗ്രഹം, ശീർഷകം തുടങ്ങിയ വാക്ക്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ സർക്കാരിൻ്റെ ധനസഹായം കെ.എസ്.ആർ.ടി.സിയിലേക്ക് ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉത്തരവാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളൊരു ഉത്തരവ് കാണിക്കാം. ഇപ്പോൾ നമുക്ക് കെ.എസ്.ആർ.ടി.സി ജീവനക്കാർക്ക് ഡിസംബർ 25-ന് മുമ്പായിട്ട് ശമ്പളം കൊടുക്കും എന്നൊക്കെയുള്ള ചില വാർത്തകൾ കേട്ടു. അത് എത്രമാത്രം അതിനകത്ത് ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ആൾക്കാർ ഓർക്കും നമുക്ക് ക്രിസ്മസ് കേക്ക് മേടിക്കാനും വീട്ടുകാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനും കെ.എസ്.ആർ.ടി.സി നേരത്തെ ശമ്പളം തരുന്നതാണെന്നൊക്കെയുള്ള ധാരണ വരും. വിശേഷ ദിവസങ്ങളുള്ള മാസങ്ങളിൽ ആ വിശേഷ ദിവസത്തിന് അടുത്ത് വരെ ശമ്പളം തരുന്നത് ദീർഘിപ്പിക്കുക. അതിപ്പോൾ കഴിഞ്ഞ ഓണത്തിന് തന്നെ നമ്മൾ കണ്ടത്. ഇതൊരു പതിവാണ്, മാനേജ്മെൻ്റ് ഒരു ടെക്നിക്കാണ്. ഏതായാലും നവംബർ മാസത്തിലെ ശമ്പളമാണ് ഇപ്പോൾ ഈ ഡിസംബർ 10-ാം തീയതി ആയിട്ടും നൽകാതിരിക്കുന്നത്. ഇപ്പോൾ ഡിസംബർ 11-ാം തീയതി, ഇപ്പോൾ 10-ാം തീയതി ഒരു സംഗ്രഹം വന്നിരിക്കുകയാണ്. അത് വന്നിരിക്കുന്നത് സർക്കാരിൽ നിന്നും ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഇറക്കിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അഡീഷണൽ സെക്രട്ടറിയുടെ ഉത്തരവാണ്. അപ്പോൾ ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 30 കോടി രൂപ കെ.എസ്.ആർ.ടി.സിക്ക് ധനസഹായമായിട്ട് അനുവദിച്ചിരിക്കുന്നു. ഈ 30 കോടി രൂപ ധനസഹായമായിട്ട് അനുവദിച്ചിരിക്കുന്ന കെ.എസ്.ആർ.ടി.സി MD-യുടെ ഉത്തരവിൻ പ്രകാരമാണ്, കത്തിൻ പ്രകാരമാണ് എന്ന് അതിൻ്റെ സൂചനയിൽ പറഞ്ഞിട്ടുണ്ട്. പരാമർശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പരാമർശം കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ 21/11/2024, അതായത് കഴിഞ്ഞ മാസം നവംബർ മാസം 21-ാം തീയതി എഴുതിയിരിക്കുന്ന തീയതിയിലെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ 30 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നവംബർ മാസത്തിലെ ശമ്പളം കൊടുക്കുവാൻ ജീവനക്കാർക്ക് കൊടുക്കുവാൻ പൈസയില്ല. അവർക്ക് 30-ാം തീയതി ശമ്പളം കൊടുക്കണം. അതിന് 21-ാം തീയതി ഗവൺമെൻറ്റിലേക്ക് മാനേജിംഗ് ഡയറക്ടർ കത്തയക്കുന്നു. ഏതായാലും 30 കോടി രൂപ ഇപ്പം ശമ്പളത്തിന് വേണ്ടിയാണോ കത്തയച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ ഇവർ പറയും ഇത് കെ.എസ്.ആർ.ടി.സിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറ്റാവും. പക്ഷേ ശമ്പളം നൽകാൻ കിട്ടാത്തത് താമസിക്കുന്നത് ചോദിക്കുമെന്നാണ് പറയുന്നത്. സർക്കാരിന് സഹായം അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തിനു വേണ്ടി ആയിക്കോട്ടെ. അപ്പം 21-ാം തീയതിയാണ് MD-ക്ക് ഓർമ്മ വരുന്നത് 30-ാം തീയതി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ കാശില്ല, അതൊക്കെ വേറെ കാര്യം. ഏതായാലും ഈ പൈസ നിലവിൽ ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി മാനേജിംഗ് ഡയറക്ടറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഉത്തരവിൽ പ്രകാരം പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തുക SBIയുടെ അക്കൗണ്ടിൽ, അതായത് ഇപ്പോൾ ട്രഷറിയിലാണ് ഇത്, SBIയുടെ അക്കൗണ്ടിൽ വന്ന് SBIയുടെ അക്കൗണ്ടിൽ ഈ തുക ഇട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളുണ്ട്. പലപ്പോഴും സർക്കാരിന് സഹായം അനുവദിച്ചു എന്ന് പറയുമ്പോൾ ആ പൈസ SBI അക്കൗണ്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വരാൻ നേരത്ത് ഒരു ദിവസമെങ്കിലും ഈ പൈസ അവിടെ ഇടണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു എഗ്രിമെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അതേക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം അത് ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ടതും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഈ ബാങ്കുമായിട്ട് ചേർന്നോണ്ട് ഇപ്പം പണ്ടൊരു ആൾക്ക് ഒരു താറ് കൈക്കൂലിയായിട്ട് കിട്ടിയെന്നൊക്കെയുള്ളൊരു കഥകളൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കണം. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 11-ാം തീയതി ആയി 10-ാം തീയതി ലഭിച്ച പൈസ, ഇനി ഈ പൈസ വിതരണം ചെയ്യണമെങ്കിൽ ഇവർ സമരം നടത്തുന്നുണ്ടോ, സെക്രട്ടേറിയറ്റ് വളയലുണ്ടോ, വളയലുണ്ടെങ്കിൽ ചീഫ് ഓഫീസ് വളയലുണ്ടോ, വളയലുണ്ടെങ്കിൽ വളയൽ കാരണമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ശമ്പളം കൊടുക്കാത്തതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ നമ്മൾ ചീഫ് ഓഫീസ് വളയലായിരുന്നുകൊണ്ട് ജീവനക്കാർക്ക് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഈ കാശ് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയില്ലെന്നൊക്കെയുള്ള രീതിയിലാണ് വർത്തമാനം പറഞ്ഞത്. ഏതായാലും സംഗ്രഹം എത്തിയിരിക്കുന്നു ജീവനക്കാരുടെ സന്തോഷ വാർത്ത. കാരണം ലോകത്തിൽ പാലസ്തീനിലെ ഗാസയിലെ വിഷയം കഴിഞ്ഞാൽ ലോകമാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി കെ.എസ്.ആർ.ടി.സിയിലെ ശമ്പളം മാറിയിരിക്കുന്നത്. അത് അമേരിക്കൻ പ്രസിഡന്റ് വരെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ മീഡിയയിലും വാർത്ത കൊടുത്ത് കെ.എസ്.ആർ.ടി.സിക്ക് ഇതാ നാളെ കൊടുക്കുന്നു, ഇന്ന് കൊടുക്കും, ഇപ്പോൾ നല്ല ഈ സൂപ്പർ സ്റ്റാറുകളുടെ പടം റിലീസാകുന്ന പോലെയാണ്. ഇതാ ഇപ്പോൾ റിലീസാകും, ഇന്ന് ഈ ആഴ്ച ഉണ്ട്, അപ്പോൾ റിലീസിങ് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞ പോലെ സർവ്വ ആളുകളെ വിളിച്ചറിയിച്ച് കെ.എസ്.ആർ.ടി.സിയിൽ ഈ പൈസ തരുന്നുണ്ട്. അപ്പം ഈ ആൾക്കാരിത് തെറ്റിദ്ധരിക്കരുത്. കാശ് തരുന്നത് ഒരു കാരണവശാലും ഡിസംബർ മാസത്തിലെ ശമ്പളമല്ല, ക്രിസ്മസ് കൂടാൻ വേണ്ടി തരുന്നതല്ല, നവംബർ മാസത്തിൽ നടുവൊടിഞ്ഞ് ജോലി ചെയ്ത ശമ്പളത്തിൻ്റെ പൈസയ്ക്കുള്ള ഒരു സംഗ്രഹവും ശീർഷകവും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഈ 11-ാം തീയതി ആയപ്പോൾ 10-ാം തീയതി തന്നെ ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള പൈസ വന്നിരിക്കുന്നു. ഇനി തമ്പുരാന്മാർ തിരുമനസ് കനിഞ്ഞുകൊണ്ട് ഈ അടിയങ്ങൾക്ക് എന്നാണാവോ ഇത് പറയുന്ന മന്ത്രി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് 24-ലെ ശ്രീകണ്ഠൻ നായർ വരെ പറഞ്ഞു എന്നാണ്. അതിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സർവ്വമാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് എന്നായിരിക്കാം ഈ പായസം വിളമ്പാൻ പോകുന്നത് എന്ന് ജീവനക്കാരോടൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്. ഏതായാലും വന്നിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, ഡിസംബർ മാസത്തിലെ ശമ്പളമല്ല ക്രിസ്മസിന് മുമ്പ് തരും എന്ന് പറഞ്ഞിരിക്കുന്നത്.
അത് കഴിഞ്ഞ നവംബറിലെ ശമ്പളമാണ്. ഏതായാലും നവംബറിലെ ശമ്പളം 10-ാം തീയതി സർക്കാരിൽ നിന്നും തുക അനുവദിച്ച് നൽകിയിരിക്കുന്നു. KSRTC ഇനി വെച്ച് താമസിപ്പിക്കുന്ന എത്ര ദിവസം എന്നുള്ളത് നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം. നന്ദി.